നമസ്കാരം. ഇന്ന് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന അടിപൊളി പാലപ്പമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ടിന്നിൽ വരുന്ന തേങ്ങാപ്പാൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ അത് അതിനായിട്ട് ഒരു 2 കപ്പ് പച്ചരി ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അതൊരു ടീസ്പൂൺ ഉണ്ട്. വൈറ്റ് ഷുഗർ ചേർത്താലും മതി കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പോളം വൈറ്റ് റൈസ് ചോറ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ടിന്നിൽ വരുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ചേർത്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തെടുത്ത് ഒരു 2 തവി ഇളം ചൂടുവെള്ളം അതുകൂടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റ് അതോട് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ട നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്കിത് ചേർത്തെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ചേർത്തെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കലക്കി ഒരു 4-5 മണിക്കൂർ അത്ര മതി കേട്ടോ. എന്നിട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു പരീക്ഷണം പോലെയാണ് കേട്ടോ ഞാൻ ടിന്നിലെ തേങ്ങാപ്പാൽ വെച്ചിട്ട് അരി അരച്ച് നോക്കിയത്. അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാനാണ് കേട്ടോ ഞാൻ വെച്ചെടുത്തത്. എന്നിട്ട് ഇച്ചിരി എണ്ണ തൂകിയതിന് ശേഷം തടവിട്ട് ഒരു 1.5 തവി മാവ് ഒഴിച്ചെടുത്ത് പതുക്കെ ചുറ്റിച്ചിട്ട് ഹോളൊക്കെ വന്ന് കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അപ്പമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബാച്ചിലേഴ്സിന് ടിന്നിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.